ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കൽ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ്റെ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ടും അവനെ അനുഗമിച്ചു. ജനം അവനെ കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഈ അനുഗ്രഹമേറിയ ഈ നല്ല വാക്യത്തിനായി സ്തോത്രം നിന്ന് സ്തുതിക്കുന്നു. യേശു പറഞ്ഞ ഒറ്റ വാക്യമാണ്. യേശു നിന്നു തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. യേശു തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ അടുക്കൽ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്നറിയാം, നിങ്ങളെ കർത്താവ് മാന്യതയോടെ മടക്കിവിടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, നിങ്ങളെ ദൈവം മടക്കി കൊണ്ടുവരും. ഏതൊക്കെ മേഖലകൾ നിങ്ങൾ എന്നെക്കൊണ്ട് എന്നെ ആരും കൈത്താങ്ങാനില്ല, എന്നെ ആരും കരുതാനില്ല, ഇനി എന്തിന് കൊള്ളാമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പാകെ നിങ്ങളെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ മാന്യതയുള്ള പാത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാന്യതയുള്ള പാത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വേദവസ്തം പഠിപ്പ് യേശു നിന്നു. ക്ഷണത്തിൽ അവൻ്റെ ദൈവം അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ, എൻ്റെ കാഴ്ച എനിക്കൊന്ന് പ്രാപിക്കണം. നഷ്ടപ്പെട്ടു പോയ എൻ്റെ നന്മ എനിക്ക് തിരിച്ചു കിട്ടണം. എൻ്റെ ആത്മീക കണ്ണിപ്പോൾ മൂടിക്കിടക്കുമ്പോൾ എൻ്റെ ആത്മീകമായ കണ്ണൊന്ന് തുറന്നു വരണം. ഇന്ന് മനുഷ്യരെല്ലാവർക്കും മനുഷ്യരുടെ എല്ലാ കണ്ണുകളെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നമുക്ക് വേണ്ടത് അടഞ്ഞ കണ്ണല്ല, നമുക്ക് തുറക്കേണ്ടത്. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകൾ അടഞ്ഞു പോയോ ആ കണ്ണുകളെ ഒന്ന് തുറപ്പിക്കണം. ഹല്ലേലൂയ. വചനപടി നിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എൻ്റെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിക്കണം. ഏതെങ്കിലും മേഖലകൾ എൻ്റെ കണ്ണ് മങ്ങിപ്പോയോ, ഏതെങ്കിലും മേഖലകൾ കർത്താവേ എൻ്റെ കണ്ണ് എവിടേക്കോ പിഴച്ചു പോയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ കണ്ണുകൾ കൊണ്ട് പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ, എല്ലാം എന്നിൽ നിന്ന് മാറട്ടെ, എന്നിൽ നിന്ന് പൂർണ്ണമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ, ഇന്ന് ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഒന്ന് ക്ഷമിക്കണമപ്പ. എൻ്റെ ലൈഫിൽ കർത്താവേ എന്നോടൊന്ന് ക്ഷമിക്കണമപ്പ. എന്നെ ആരും ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല കേട്ടോ, എന്നെ ആരും ഇതുവരെ എന്നെ കരുതിയിട്ടില്ല കേട്ടോ. എന്നും ഒറ്റപ്പെടുന്ന അനുഭവം, എന്നും ഒരു അനാഥൻ എന്നുള്ള ഒരു അപകടനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്നാൽ യേശു പറഞ്ഞു നോക്കി ആ വാക്യത്തിൽ 40-ാം എനിക്ക് എന്നെ ചിന്തിപ്പിക്കുകയായിരുന്നു കേട്ടോ. ആ വാക്യം എന്നെ ചിന്തിപ്പിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. ആ വാക്യം ഇങ്ങനെ പറയും, യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് ചോദിച്ചത്. ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ, എനിക്ക് കണ്ട് കാഴ്ചയില്ല, എനിക്ക് നന്മയുണ്ട്, വീടുണ്ട്, എനിക്ക് എല്ലാ ഓഹരികളുമുണ്ട്, പക്ഷേ എനിക്ക് കർത്താവേ ഇന്ന് കാണുന്ന ലോകസുഖ സൗകര്യങ്ങളെ കാണുവാനും എൻ്റെ കണ്ണുകളൊന്ന് തുറക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ നന്മ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഇന്ന് മനുഷ്യരുടെ കണ്ണെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ കണ്ണൊന്ന് തുറക്കട്ടെ, എൻ്റെ ഹൃദയം ഒന്ന് പ്രകാശിക്കട്ടെ. ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ കണ്ണുകളെ മൂടിക്കിടക്കുന്നുണ്ടോ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ കണ്ണൊന്ന് പ്രകാശിക്കണം. എൻ്റെ കണ്ണൊന്ന് പ്രകാശിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളൊന്ന് പ്രകാശിക്കുമ്പോൾ, ഇന്ന് ഏതെങ്കിലും മേഖലയിൽ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വാതിലുകൾ നിനക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഒന്ന് കണ്ണൊന്ന് തുറന്നാൽ മതി. ഇന്ന് സകലത് നന്മയും നിനക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. ഒന്നിനും കുറവില്ലാതെ വേണം നിൻ്റെ നന്മ, നിനക്കുള്ളത് ഓഹരികളെല്ലാം ഓപ്പണായി വരും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഹൃദയം ദൃഷ്ടിക്കൊന്ന് പ്രകാശിക്കണം, എൻ്റെ കണ്ണൊന്ന് പ്രകാശിക്കണം, എൻ്റെ കണ്ണൊന്ന് തുറക്കണം. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെല്ലാം, കുരുട്ട് കണ്ണുകളെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഒറ്റ വാക്കാൽ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ, നിങ്ങൾ വേദനയോടോ നിങ്ങൾക്കൊന്നിനും പ്രതികരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ കണ്ണൊന്നും പ്രകാശിക്കുന്നില്ല, ഞാൻ കാണുന്നതെല്ലാം അന്ധകാരമാണ്, ഞാൻ ചെയ്യാൻ ഒരു കാലം ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ എനിക്കെല്ലാം പരാജയമാണ് കിട്ടുന്നത്. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ യേശുവിൻ്റെ അടുക്കലൊന്ന് വരുമോ? യേശുവിൻ്റെ മുമ്പാകെ നിങ്ങളൊന്ന് മടങ്ങി വരുമോ? യേശു നിങ്ങളുടെ കണ്ണുകളെ തുറക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവേ എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണം,
എൻ്റെ പുറമേ കണ്ണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു, പക്ഷെ അകത്തെ കണ്ണ് തുറന്ന് അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ അകത്തെ കണ്ണെന്നിരിക്കുന്നു ഓപ്പണായി വരണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ അകത്തെ കണ്ണൊന്ന് ഓപ്പണായി വരട്ടെ. യേശു നിന്നു. ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. യേശുവെ, എൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഇന്ന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ നന്മ കാണുമ്പോൾ എൻ്റെ കണ്ണൊന്ന് ഓപ്പണായി വരട്ടെ. കർത്താവേ, എൻ്റെ കണ്ണുകളൊന്ന് തുറന്നു തന്നതിനായി ഇഷ്ടം. എല്ലാ കുരുട്ട് കണ്ണുകളും എല്ലാ വക്രതകളും മാറി നല്ല കണ്ണ് ഓപ്പണായി വരുന്നതിനായി ഇഷ്ടം. മഹത്വം സ്വർഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായോ? നിങ്ങളുടെ ആത്മീക കണ്ണുകൾ ഓപ്പണാകട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ഈ അകത്തെ കണ്ണൊന്ന് ഓപ്പണായി വരുമ്പോൾ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രയാസങ്ങളും വേദനകളെല്ലാം എന്നേക്ക് വഴിമാറും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.